കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ദീപിക അതിശക്തമായ ഒരു മുഖപ്രസംഗം ഇന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ബില്ല് ഇത് ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള BJPയുടെ പുതിയ ആയുധമാണ്. മാത്രമല്ല അവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ നീക്കമാണ് ഈ ബില്ലിലൂടെ BJP നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ BJP പരമാവധി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ NDAയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി ഈ FCRA മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയും വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രേഷൻ പുതുക്കാനോ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതുവരെ സമാഹരിക്കപ്പെട്ട തുകയും അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഉൾപ്പെടെ അത് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് വരുന്നു. അത് കേന്ദ്രം അതിന്റെ അധികാരികളായി മാറുന്നു. അങ്ങനെ പൂർണ്ണമായും തങ്ങളുടെ സ്വത്തുവകൾ കണ്ടുകെട്ടാൻ അവകാശം നൽകുന്ന ഒരു അധികാര പ്രയോഗമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്നത്. അതുകൊണ്ട് ഇത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ആഹ്വാനം തന്നെ കേരളത്തിലെ MP-മാരെല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ ചെന്ന് ഈ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ മറിച്ചൊരു വിശദീകരണം നൽകുന്നുണ്ട്. ഇതിൽ അവർ പറയുന്ന ഭാഗം അനധികൃതമായി ഈ തുക ഉപയോഗിക്കപ്പെടുന്നത് തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യമെന്നും കള്ളം ചെയ്യുന്നവർ മാത്രം ഇതുകൊണ്ട് ഭയപ്പെട്ടാൽ മതി എന്നതുമാണ്. പക്ഷെ നമുക്കറിയാം, നേരത്തെ ദിലീപ് ഇതിന്റെ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ഇത് ധാരാളം ക്രൈസ്തവ മാനേജ്മെന്റുകൾ, അതുപോലെ തന്നെ ട്രസ്റ്റുകൾ, അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകൾക്കൊക്കെ വിദേശ സംഭാവന ലഭിക്കുന്നുണ്ട്. ആ വിദേശ സംഭാവനകൾ ശരിയായ രീതിയിൽ പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്നുമുണ്ട്. അത്തരം സംഘടനകളെയും അത്തരം സ്വഭാവത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയൊക്കെ മേലുള്ള നിയന്ത്രണം അവരെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമായ നീക്കമാണ് എന്ന ആശങ്കയാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് BJPയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം പോലെയുള്ള ജില്ലകളിൽ, കാരണം അവിടെയാണ് ഈ വോട്ടുകൾ കൂടുതലായിട്ട് BJP പ്രതീക്ഷിക്കുന്നത്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ അത് സംശയിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് വലിയ വിഷയമാക്കി ഉയർത്താൻ LDFും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജില്ലകളിലെ BJPക്കെതിരായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകളുടെ സമാഹരണം ഈ രണ്ട് മുന്നണികളിൽ ലക്ഷ്യമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഈ കാര്യങ്ങളിലുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഡീൽ വിവാദം നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ ബന്ധത്തെ ചർച്ച ചെയ്തു. അതിനേക്കാളൊക്കെ മുകളിലേക്ക് FCRAയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംശയങ്ങളും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.